നമസ്കാരം. നമ്മുടെ പേരിന് നമ്മുടെ വ്യക്തിത്വവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? വെറും അക്ഷരങ്ങൾക്കപ്പുറം ഓരോ പേരിനും പിന്നിൽ ചില പ്രത്യേക സ്വഭാവ രീതികൾ ഉണ്ടെന്ന് സംഖ്യാശാസ്ത്രവും മനഃശാസ്ത്രപരമായ ചില നിരീക്ഷണങ്ങളും പറയുന്നുണ്ട്. ഇതൊരു അന്ധവിശ്വാസമാണെന്നോ അല്ലെങ്കിൽ വെറും പ്രവചനമെന്നോ കാണുന്നതിനു പകരം കാലങ്ങളായി മനുഷ്യ സ്വഭാവങ്ങളെ നിരീക്ഷിച്ചുണ്ടാക്കിയ ഒരു കൗതുകകരമായ പഠനമായി നമുക്കിതിനെ കാണാം. പൈതഗോറിയൻ മെത്തേഡ് അനുസരിച്ച് നിങ്ങളുടെ പേരിന്റെ ആദ്യാക്ഷരം നിങ്ങളുടെ ജീവിത രീതിയെയും അഭിരുചികളെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കിയാലോ? നിങ്ങൾക്കിതിൽ വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങളുമായി എത്രത്തോളം ഒത്തുപോകുന്നുണ്ടെന്ന് ഒന്നൊത്തു നോക്കുന്നത് രസകരമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദയവായി പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. ഇനി എങ്ങനെ ഇവ കണ്ടെത്താമെന്ന് നോക്കാം. ഇവിടെ 1 മുതൽ 9 വരെയുള്ള നമ്പറുകളെ വിവിധ അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ പേര് തുടങ്ങുന്ന അക്ഷരം ഏത് നമ്പറിലാണോ വരുന്നത് ആ നമ്പറാണ് നിങ്ങളുടെ ഫലം നിശ്ചയിക്കുന്നത്. നമ്പർ 1 AJS, നമ്പർ 2 BKT, നമ്പർ 3 CLU, നമ്പർ 4 DMV, നമ്പർ 5 ENW, നമ്പർ 6 FOX, നമ്പർ 7 GPY, നമ്പർ 8 HQZ, നമ്പർ 9 IR. ഒന്നിൽ തന്നെ നമുക്ക് തുടങ്ങാം. അതിലടങ്ങിയിരിക്കുന്ന അക്ഷരം AJS. ഈ അക്ഷരങ്ങളിൽ പേര് തുടങ്ങുന്നവരെ നിയന്ത്രിക്കുന്നത് സൂര്യനാണ്. സൂര്യനെ പോലെ തന്നെ പ്രകാശിക്കാനും മറ്റുള്ളവർക്ക് വഴികാട്ടിയാവാനും ഇവർ ആഗ്രഹിക്കുന്നു. ഏതു കാര്യത്തിലും സ്വന്തമായ നിലപാടുള്ളവരായിരിക്കും ഇവർ. നേതൃപാടവം ഇവരുടെ ജന്മസിദ്ധമായ കഴിവാണ്. ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും കാണപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നം ആശയക്കുഴപ്പമാണ്. ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ ഏതു വഴി തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ ഇവർ പലപ്പോഴും ചിന്തിച്ച് സമയം കളയാറുണ്ട്. എങ്കിലും ഒരിക്കൽ തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ ഇവർക്ക് വലിയ നിർഭാഗ്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് കരുതുന്ന പല അവസരങ്ങളും അവസാന നിമിഷം നഷ്ടപ്പെട്ടു പോയെന്നും വരാം. എന്നാൽ ഇവർക്ക് ശക്തമായ ദൈവാധീനമല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും കൂട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ തകർച്ചകളിൽ നിന്ന് അതിശക്തമായി തിരിച്ചു വരാൻ ഇവർക്ക് സാധിക്കും. ഇനി പുതിയ ചിന്താഗതികൾ. പഴഞ്ചൻ രീതികളെക്കാൾ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഇവർക്ക് വലിയ താല്പര്യമായിരിക്കും. മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന രീതിയിൽ ജീവിതം ക്രമീകരിക്കാൻ ഇവർ ശ്രമിക്കും. നല്ല നർമ്മബോധവും കുശാഗ്ര ബുദ്ധിയും ഇവരുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഏത് ആൾക്കൂട്ടത്തിലും ഇവർ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. ഇവർ എപ്പോഴും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇവരുടെ പെരുമാറ്റമോ തുറന്നു പറച്ചിലോ കാരണം പലരും ഇവരുടെ ശത്രുക്കളായി മാറിയേക്കാം. എങ്കിലും വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. വിനോദയാത്രകൾ, സിനിമകൾ, സംഗീതം എന്നിവയോട് ഇവർക്ക് വലിയ കമ്പമായിരിക്കും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് മധുര പലഹാരങ്ങളോട് ഒരു പ്രത്യേക പ്രിയം കാണാറുണ്ട്. ഇനി ഗ്രൂപ്പ് 2 BKT എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ചന്ദ്രന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ ഈ അക്ഷരങ്ങളിൽ പേര് തുടങ്ങുന്നവർ അതീവ വൈകാരികതയുള്ളവരായിരിക്കും. ഇവരുടെ മനസ്സ് പെട്ടെന്ന് സന്തോഷിക്കാനും അത്ര തന്നെ വേഗത്തിൽ സങ്കടപ്പെടാനും സാധ്യതയുണ്ട്. എങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ മനസാന്നിധ്യം വീണ്ടെടുക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ തങ്ങൾക്കൊരു തെറ്റ് പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ അത് തുറന്ന് സമ്മതിക്കാനും ഉടനെ തന്നെ അത് തിരുത്താനും ഇവർക്ക് മടിയില്ല എന്നതാണ്. ആ തെറ്റ് ജീവിതത്തിൽ ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ ഇവർ അതീവ ജാഗ്രത പുലർത്തും. ഈ സെൽഫ് ലേണിംഗ് സ്വഭാവം ഇവരെ ജീവിതത്തിൽ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കും. ആരുടെയും മുന്നിൽ തലകുനിക്കാൻ ഇവർക്ക് കഴിയില്ല. ആത്മാഭിമാനത്തിന് വലിയ വില കൽപ്പിക്കുന്നവരാണിവർ. അത് പ്രണയത്തെയായാലും സൗഹൃദത്തിലായാലും ശരി, സ്വന്തം അന്തസ്സ് പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബന്ധത്തിലും ഇവർ തയ്യാറാവില്ല. പണം സമ്പാദിക്കുന്നതിനേക്കാളും ആഡംബര ജീവിതം നയിക്കുന്നതിനേക്കാളും ഉപരിയായി സമാധാനപരമായ അന്തരീക്ഷമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഒരു വലിയ കോടീശ്വരനാകുന്നതിനേക്കാൾ പ്രിയപ്പെട്ടവർക്കൊപ്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നതിലാണ് ഇവർ വിജയം കാണുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യ മത്സരങ്ങൾക്കോ ഓട്ടങ്ങൾക്കോ ഇവർ നിൽക്കാറില്ല. ചന്ദ്രന്റെ സ്വാധീനം മൂലം ഇവർക്ക് കലകളോട്, പ്രത്യേകിച്ച് സംഗീതത്തോട് വലിയ താല്പര്യമുണ്ടാകും. മനസ്സിന് സമാധാനം നൽകുന്ന ഗാനങ്ങൾ, അറിവ് നൽകുന്ന പ്രഭാഷണങ്ങൾ എന്നിവ വീണ്ടും വീണ്ടും കേൾക്കാൻ ഇവർ സമയം കണ്ടെത്തും. സിനിമയും സാഹിത്യവും ഇവരുടെ ഇഷ്ടമേഖലകളായിരിക്കും.
ഇപ്പോഴത്തെ ജീവിതത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലും ക്രമേണ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും വന്നു ചേരും. ഇവരുടെ പോസിറ്റീവായ ചിന്താഗതി തന്നെയാണ് ഇവർക്ക് നല്ലൊരു ഭാവി ഒരുക്കുന്നത്. ഇനിയും ഗ്രൂപ്പ് 3 പറയുന്നത്, അതായത് അതിനകത്തെ അക്ഷരം CLU. വ്യാഴം വിജ്ഞാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഗ്രഹമാണ്. ഈ അക്ഷരങ്ങളിൽ പേര് തുടങ്ങുന്നവർക്ക് സ്വാഭാവികമായും മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ടാകും. തെളിഞ്ഞ നെറ്റിത്തടവും ആകർഷകമായ കണ്ണുകളും ഇവരുടെ പ്രത്യേകതയായിരിക്കും. സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ആരെയും കയ്യിലെടുക്കാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുമെന്നതാണ് ഒരു പ്രധാന പ്രത്യേകത. സമാധാനമായി ഇരിക്കാമെന്ന് കരുതുമ്പോഴായിരിക്കും പുതിയൊരു പ്രശ്നം ഉദിച്ചു വരുന്നത്. ഇത് കുടുംബത്തിൽ നിന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന അനാവശ്യ വിമർശനങ്ങളോ ആകാം. എങ്കിലും ഇതിനെയെല്ലാം അതിജീവിക്കാനുള്ള മനക്കരുത്ത് ഇവർക്കുണ്ട്. പണത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും ഇവർക്ക് ഞെരുക്കം അനുഭവപ്പെടാറുണ്ട്. വിചാരിച്ച സമയത്ത് പണം കയ്യിൽ വരണമെന്നില്ല. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, ഒരു കാര്യം നടക്കാൻ ഏറ്റവും അത്യാവശ്യമായ നിമിഷം പണം എവിടെ നിന്നെങ്കിലും എത്തിച്ചേരുകയും ആ കാര്യം ഭംഗിയായി നടക്കുകയും ചെയ്യും. അവസാന നിമിഷത്തെ ഭാഗ്യം ഇവരുടെ കൂടെയുണ്ടാകും. ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടായാലും വ്യാഴത്തിന്റെ ശക്തമായ പിന്തുണ ഉള്ളതുകൊണ്ട് ഇവർ ഒരിക്കലും ഒരു പരാജയമായി തീരില്ല. കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും കൈമുതലായുള്ള ഇവർക്ക് ഭാവിയിൽ വലിയ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി ഇവർ മാറും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവർക്ക് അറിവ് പകർന്നു നൽകാനും ഇവർക്ക് പ്രത്യേക താല്പര്യമായിരിക്കും. ഒരു അധ്യാപകന്റെയോ അല്ലെങ്കിൽ വഴികാട്ടിയുടെയോ സ്വഭാവം ഇവരിൽ കാണാൻ സാധിക്കും. തങ്ങളെ ഇഷ്ടപ്പെടാത്തവരോട് പോലും മാന്യമായി പെരുമാറാൻ ഇവർ ശ്രമിക്കാറുണ്ട്. എങ്കിലും സ്വന്തം തത്വങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇവർ ഒരിക്കലും തയ്യാറാവില്ല. അടുത്ത ഗ്രൂപ്പ് 4 അതായത് DMV അക്ഷരങ്ങളിൽ പേരാരംഭിക്കുന്നവർക്ക്. രാഹുവിന്റെ സ്വാധീനമുള്ളതുകൊണ്ട് ഇവർ വളരെ ശക്തമായ മനസ്സിനുടമകളായിരിക്കും. ആരെങ്കിലും ഇവരെ അനാവശ്യമായി ഉപദ്രവിച്ചാലോ പരിഹസിച്ചാലോ അതത്ര പെട്ടെന്ന് മറക്കാൻ ഇവർക്ക് കഴിയില്ല. എതിരാളി തങ്ങളെക്കാൾ എത്ര വലിയവനാണെങ്കിലും ഒരു ഭീരുവിനെ പോലെ പിന്മാറാൻ ഇവർ തയ്യാറാവില്ല. ഇവരുടെ മറ്റൊരു പ്രത്യേകത പ്രതികാരമോ പ്രതികരണമോ വെറും ആവേശം കൊണ്ട് ചെയ്യില്ല എന്നതാണ്. ശരിയായ അവസരത്തിനായി ഇവർ കാത്തിരിക്കും. കായികമായ കരുത്തിനേക്കാൾ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ശത്രുക്കളെ കീഴ്ക്കടക്കാനാണ് ഇവർക്ക് താല്പര്യം. ഒരിടത്ത് തന്നെ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടാത്തവരാണിവർ. പുതിയ സ്ഥലങ്ങൾ കാണാനും വ്യത്യസ്തമായ സംസ്കാരങ്ങൾ മനസ്സിലാക്കാനും ഇവർക്ക് വലിയ താല്പര്യമായിരിക്കും. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്ന ഇവർ എല്ലാ കാര്യത്തിലും ഇവർ മുന്നിലുണ്ടാകും. ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ ശാരീരികമായ അസ്വസ്ഥതകളോ ഇവരെ അലട്ടിയേക്കാം. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് സന്തോഷകരവും സമാധാനപരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ ഇവർക്ക് സാധിക്കും. കഠിനാധ്വാനത്തിലൂടെ സ്വന്തം സാമ്രാജ്യം പടുത്തുയർത്താൻ ഇവർക്ക് കഴിയുന്നതാണ്. പഴയ രീതികളെക്കാൾ എപ്പോഴും പുതിയ വിദ്യകൾ പഠിക്കാൻ ഇവർക്ക് ഉത്സാഹമായിരിക്കും. സാങ്കേതിക വിദ്യയിലോ അല്ലെങ്കിൽ ആധുനികമായ ഏതെങ്കിലും മേഖലയിലോ ഇവർ തിളങ്ങാൻ സാധ്യതയുണ്ട്. അടുത്തതായി ഗ്രൂപ്പ് 5 ENW അക്ഷരങ്ങളിൽ പേരാരംഭിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഏത് കാര്യം തുടങ്ങുമ്പോഴും ഉണ്ടാകുന്ന ഒരുതരം അലസതയോ സംശയവുമാണ്. ഇതെന്നെ കൊണ്ട് സാധിക്കുമോ, ഇതെപ്പോൾ ചെയ്യണോ, അത് പിന്നീട് മതിയോ, ഇങ്ങനെയുള്ള ചിന്തകൾ അവരെ അലട്ടാറുണ്ട്. ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ കാരണം ജീവിതത്തിലെ പല നല്ല അവസരങ്ങളും ഇവർക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം. മടിയുണ്ടെന്ന് കരുതി ഇവർ കാര്യങ്ങൾ മോശമായി ചെയ്യുമെന്ന് അർത്ഥമില്ല. ഒരിക്കൽ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിറങ്ങി തിരിച്ചാൽ മറ്റാരേക്കാളും ഭംഗിയായും കൃത്യതയോടും കൂടി അത് പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിക്കും. ചെയ്യുന്ന ജോലിയിൽ 100% പെർഫെക്ഷൻ ഇവർ ആഗ്രഹിക്കുന്നു. എത്ര വലിയ തകർച്ചകൾ ഉണ്ടായാലും ജീവിതം ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന നിർബന്ധമുള്ളവരാണിവർ. വീണിടത്തു നിന്നും എഴുന്നേറ്റ് ഓടാനുള്ള ഒരു പ്രത്യേക ഊർജം ഇവരിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും. പരാജയങ്ങളെക്കാൾ വരാനിരിക്കുന്ന വിജയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാണ് ഇവർക്കിഷ്ടം. ഭക്ഷണം കഴിക്കുമ്പോൾ ആരെയും ശല്യപ്പെടുത്തുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ സമാധാനമായി ആസ്വദിച്ച് കഴിക്കാൻ ഇവർ ശ്രദ്ധിക്കും. ഇതുപോലെ തന്നെ ശരീരശുദ്ധിയിലും വസ്ത്രധാരണത്തിലും ഇവർക്ക് പ്രത്യേക നിബന്ധനകളുണ്ട്. വൃത്തിയും വെടുപ്പുമുള്ള ഒരു വ്യക്തിത്വമായിട്ട് തന്നെ ഇവർ മറ്റുള്ളവരോട് പെട്ടെന്ന് ബഹുമാനം തോന്നുകയും ചെയ്യും. വൃത്തിയും വെടുപ്പുമുള്ള വ്യക്തിത്വമായതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇവരോട് പെട്ടെന്നൊരു ബഹുമാനം തോന്നും. ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ ചില തിരിച്ചടികൾ ഉണ്ടായേക്കാമെങ്കിലും അല്പം വൈകിയാണെങ്കിലും സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ഇവർ സമൂഹത്തിൽ വലിയൊരു വ്യക്തിമുദ്ര പതിപ്പിക്കും. ബിസിനസ്സിലോ എഴുത്തിലോ ആശയവിനിമയോ ആവശ്യമായ മേഖലകളിലോ ഇവർ തിളങ്ങാൻ സാധ്യതയുണ്ട്.
അടുത്തതായി ഗ്രൂപ്പ് 6. ഇതിൽ FOX അക്ഷരങ്ങളിൽ പേരാരംഭിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ഇവർ അതിശയിപ്പിക്കുന്ന സൂത്രശാലികളാണ്. അതായത് ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വളരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കാനും അതിൽ നിന്ന് പുറത്തു കടക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സൂത്രശാലികളായിരിക്കും ഇവർ. ശുക്രന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ ഇവർ സ്വന്തം രൂപത്തിലും വ്യക്തിത്വത്തിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കും. ശാരീരികമായ ഭംഗിക്ക് പുറമെ മനസ്സിന്റെ നന്മയും സൗന്ദര്യവും കാത്തു സൂക്ഷിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വൃത്തിയുള്ള ചുറ്റുപാടിൽ ജീവിക്കാനും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ട്. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഇവർക്ക് ഒട്ടും പേടിയില്ല. പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടാൽ പോലും അതൊന്നും ഇവരെ ബാധിക്കില്ല. വീണ്ടും വീണ്ടും പരിശ്രമിക്കുവാനും വിജയം കൈവരിക്കാനും ഇവർക്കൊരു പ്രത്യേക ഉത്സാഹം എപ്പോഴും ഉണ്ടാകും. വീഴ്ചകളെ ഇവർ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ടാണ് കാണുന്നത്. ഇവരുടെ ഒരു വലിയ പോരായ്മ മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നു എന്നതാണ്. ആരെങ്കിലും കഷ്ടപ്പാട് പറഞ്ഞാൽ ഉടനെ തന്നെ പണം കടം കൊടുക്കുവാനോ സഹായിക്കുവാനോ ഇവർ ഓടിയെത്തും. പലപ്പോഴും ഇങ്ങനെ സഹായിച്ചവർ തന്നെ തിരിഞ്ഞു കുത്തുന്ന അവസ്ഥ ഇവർക്ക് അനുഭവപ്പെടാറുണ്ട്. ഉപകാരം ചെയ്ത ഒടുവിൽ ഉപദ്രവം ഇരന്നു വാങ്ങുന്ന സാഹചര്യം ഇവർ സൂക്ഷിക്കുന്നതാണ്. സിനിമ, സംഗീതം, കായിക വിനോദങ്ങൾ എന്നിവ ആസ്വദിക്കുന്നവരാണിവർ. ഒരിടത്ത് തന്നെ ഇരിക്കാതെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഇവർക്ക് വലിയ ഇഷ്ടമാണ്. മനോഹരമായ പൂക്കളോ വർണ്ണങ്ങളോ ഇവരെ പെട്ടെന്ന് ആകർഷിക്കും. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇവർക്ക് സ്വന്തമായ ഒരു രഹസ്യ ലോകം ഉണ്ടാകും. അതിൽ ഇവർ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും. അടുത്തതായി ഗ്രൂപ്പ് 7 ആണ്. ഇതിൽ അടങ്ങിയ അക്ഷരങ്ങൾ GPY ആണ്. തങ്ങളെ സ്നേഹിക്കുന്നവർക്കോ ആശ്രയിക്കുന്നവർക്കോ ഒരാപത്ത് വന്നാൽ സ്വന്തം സുഖം നോക്കാതെ ഓടിയെത്തുന്നവരാണിവർ. എത്ര കഷ്ടപ്പാട് സഹിച്ചാണെങ്കിലും മറ്റുള്ളവരെ സംരക്ഷിക്കാനുള്ള ഒരു പ്രത്യേക മനസ്സ് ഇവർക്കുണ്ടാകും. ഒരു വലിയ ആൽമരം പോലെ മറ്റുള്ളവർക്ക് തണലേകാൻ ഇവർക്ക് സാധിക്കും. പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഇവർക്ക് അല്പം പ്രയാസമായിരിക്കും. ഒരുപാട് ചിന്തിച്ചും വിശകലനം ചെയ്തും മാത്രമേ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കൂ. എന്നാൽ ഒരിക്കൽ ഇവർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ കണക്ക് കൂട്ടലുകൾ ഒരിക്കലും തെറ്റാറുമില്ല. ഇവരുടെ ഇൻറ്റ്യൂഷൻ അഥവാ ഉൾവിളി വളരെ ശക്തമായിരിക്കും. ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത പലപ്പോഴും ഇവർക്ക് വ്യക്തിപരമായ വലിയ ഉയർച്ചകൾ പെട്ടെന്ന് കണ്ടെന്നു വരില്ല. എന്നാൽ ഇവർ കാരണം അല്ലെങ്കിൽ ഇവരുടെ ഉപദേശം കാരണം ജീവിതത്തിൽ വലിയ നിലകളിൽ എത്തിയവർ ഒരുപാടുണ്ടാകും. ഒരു നല്ല ലീഡറാകാൻ ഇവർക്ക് കഴിവുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ പലപ്പോഴും മറ്റുള്ളവരായിരിക്കും. ഭക്ഷണ കാര്യത്തിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ട്. മനസ്സിന് തൃപ്തി വരുന്നതുവരെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ ഇവർ സമയം കണ്ടെത്തും. വ്യത്യസ്തമായ രുചികൾ പരീക്ഷിക്കുന്നത് ഇവരുടെ ഒരു വിനോദമാണ്. ഓരോ ദിവസവും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകം വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. ഒരേ രീതിയിലുള്ള ജീവിതം ഇവരെ പെട്ടെന്ന് മടുപ്പിക്കും. എത്ര വലിയ കഷ്ടപ്പാടുകൾക്കിടയിലും തങ്ങളുടേതായ ഒരു സന്തോഷം കണ്ടെത്താൻ ഇവർക്ക് കഴിയും. ജീവിതത്തിൽ എത്ര തിരിച്ചടികൾ ഉണ്ടായാലും ഇനിയും ഒരു നല്ല കാലം വരുമെന്ന ശുഭപ്രതീക്ഷ ഇവർക്ക് ഒരിക്കലും കൈവിടില്ല. ആ ആത്മവിശ്വാസം തന്നെയാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഗ്രൂപ്പ് 8 ആണ്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് HQZ. ജീവിതത്തിൽ എത്ര വലിയ കഷ്ടപ്പാടുകൾ വന്നാലും സഹിക്കാനുള്ള കരുത്ത് ഇവർക്കുണ്ട്. തോറ്റുകൊടുക്കാൻ ഇവർക്കൊരിക്കലും മനസ്സ് വരുത്തില്ല. സ്നേഹം കൊണ്ട് ഇവരെ ആർക്കും കീഴടക്കാം. എന്നാൽ എതിർക്കാൻ വന്നാൽ ഇവർ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. കാര്യങ്ങൾ കൃത്യസമയത്ത് നടക്കണമെന്ന് ഇവർക്ക് നിർബന്ധമുണ്ട്. പരാജയപ്പെട്ടാലും അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ ഇവർക്ക് കഴിയും. അടുത്തതായി ഗ്രൂപ്പ് 9 ഉൾപ്പെട്ടിരിക്കുന്ന IR അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വ്യക്തികളെ കുറിച്ചാണ്. ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമായതുകൊണ്ട് തന്നെ ഈ അക്ഷരങ്ങളിൽ പേര് തുടങ്ങുന്നവർക്ക് അളവറ്റ ഊർജമുണ്ടാകും. ഇവർ ഒരിക്കലും ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാൻ എത്ര വൈകിയാലും അല്ലെങ്കിൽ എത്ര തടസ്സങ്ങൾ വന്നാലും അത് പൂർത്തിയാക്കിയേ അടങ്ങൂ. പാതി വഴിയിൽ ഉപേക്ഷിക്കുക എന്നത് ഇവരുടെ നിഘണ്ടുവിലില്ലാത്ത കാര്യമാണ്. ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാൻ എത്ര കഠിന പ്രയത്നം ചെയ്യാനും ഇവർ തയ്യാറാണ്. ശാരീരികമായും മാനസികമായും ഇവർക്ക് വലിയ കരുത്തുണ്ടാകും. വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഇവർക്കൊരു പ്രത്യേക താല്പര്യമായിരിക്കും. പ്രതിസന്ധികൾ കൂടുന്തോറും ഇവരുടെ ആത്മവീര്യവും കൂടും. ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും അനാവശ്യമായ തർക്കങ്ങളും കുത്തുവാക്കുകളും നേരിടേണ്ടി വരാറുണ്ട്. ഇവരുടെ തുറന്നു പറച്ചിലുകൾ പലരെയും വേദനിപ്പിച്ചേക്കാം. അതുവഴി ശത്രുക്കളും ഉണ്ടായേക്കാം. എങ്കിലും ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരിറക്കവുമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണിവർ. കഷ്ടപ്പാടുകൾക്ക് ശേഷം വലിയ നേട്ടങ്ങൾ ഇവരെ തേടി വരും. ഇവരുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. പക്ഷേ ഓരോ വീഴ്ചയും ഇവർക്ക് പുതിയ നേട്ടത്തിലേക്കുള്ള തുടക്കമായിരിക്കും. പരാജയപ്പെട്ട ഇടത്തു നിന്ന് തന്നെ വലിയ വിജയങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇവർക്ക് ചൊവ്വയുടെ അനുഗ്രഹം തുണയാകും.
ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് വലിയ ആഗ്രഹമുള്ളവരായിരിക്കും. എങ്കിലും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പഴയ മൂല്യങ്ങളെ തള്ളിക്കളയാൻ ഇവർ തയ്യാറാവില്ല. ഏറ്റവും മികച്ചത് ഏതാണോ അത് നോക്കിയായിരിക്കും ഇവർ പലപ്പോഴും തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുപ്പുകൾ ഇവർക്ക് നല്ലൊരു അഭിരുചി ഉണ്ടാകും. ആജ്ഞാപിക്കാനോ അല്ലെങ്കിൽ ഒരു ടീമിനെ നയിക്കാനോ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കാൻ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള നമ്പറുകളിൽ നിങ്ങളുടെ പേരിന്റെ ആദ്യാക്ഷരം ഏത് ഗ്രൂപ്പിലാണ് വരുന്നതെന്നും അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായി എത്രത്തോളം ഒത്തുപോകുന്നുണ്ട്, ഇതിൽ പറഞ്ഞ സ്വഭാവ രീതികൾ നിങ്ങളിൽ എത്ര ശതമാനം ശരിയാണ്, അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ മറ്റുള്ളവർക്കും എനിക്കും വലിയ സഹായകരമായിരിക്കും. ഓർക്കുക, സംഖ്യാശാസ്ത്രവും ജ്യോതിഷവും നമുക്കൊരു സൂചന മാത്രമാണ് നൽകുന്നത്. നമ്മുടെ കഠിനാധ്വാനവും ആത്മവിശ്വാസവുമാണ് നമ്മുടെ യഥാർത്ഥ ഭാവി നിശ്ചയിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്തു നൽകൂ. അവരുടെ പേരിന്റെ രഹസ്യങ്ങളും അവർ തിരിച്ചറിയട്ടെ. ഇതുപോലുള്ള കൂടുതൽ രസകരമായ അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.